ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാം ഒന്ന് അടുക്കി വെച്ചില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല അല്ലേ. വീട് വൃത്തിയാകുമ്പം മനസ്സിന് ഒരു പ്രത്യേക തെളിച്ചം കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അടുക്കിപ്പറക്കൽ ദിവസമാണ് ഇന്നത്തേത് കേട്ടോ. ബിക്കോസ് ഇന്ന് ഞാൻ മൊത്തത്തിൽ അടുക്കിപ്പറക്കുമല്ല, ഇന്ന് ഒരു റീഡിങ് കോർണർ ഉണ്ട് നമ്മുടെ റൂമിൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്ത് മാറ്റി ബെഡിൻ്റെ പുറത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒമേഗ 3 ഏട്ടൻ കഴിക്കുന്നതാണ്. എല്ലായിടത്തും മാറ്റി കഴിയുമ്പം കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനെ ഫുൾഫില്ലായിരിക്കുന്നതും മാറ്റി കഴിയുമ്പോഴും ഫുള്ള് ഫ്രീ ആവുന്നൊരു ഫീലാണ് കിട്ടുന്നത്. അതുപോലെ എല്ലാം അതാത് സ്ഥാനത്ത് അടുക്കി പെറുക്കി ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോഴും നല്ലൊരു ഫീലാണ് കേട്ടോ ഉള്ളത്. വൃത്തിയാക്കലൊരു ജോലിയായി കാണാതെ അതൊരു ആസ്വാദനമാക്കി മാറ്റാനാണ് കേട്ടോ എനിക്കിഷ്ടം. മുകളിലത്തെ ഈ ഒരു പോർഷൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, ബിക്കോസ് ഇത് ഒരു 2 ദിവസം മുന്നേ ഞാനത് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. അത് അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയും അധികം പൊടി എപ്പോഴും കയറാറില്ല. ഈ ഒരു സ്പേസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഏട്ടനാണ്. ഏട്ടൻ്റേതായിട്ടുള്ള ഒരു റീഡിങ് സ്പേസ് ആണ് കേട്ടോ ഇത്. ആക്ച്വലി ഏട്ടനില്ലാത്ത സമയത്ത് എനിക്ക് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഞാനൊരു റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളല്ല, പിന്നെയും ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരാളല്ല. ഓക്കെ, അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഹൈറ്റിലൊക്കെ ഞാൻ തുടച്ചതിന് ശേഷം ഇനി നമുക്ക് പൊടി തട്ടാം. ഈ ഇരിക്കുന്ന ബുക്കുകളുടെ എല്ലാം പൊടി തട്ടലാണ് അടുത്ത ഒരു പണി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ ഞാൻ മക്കളെ 2 പേരെയും കൂട്ടിയിട്ടുണ്ട്. അവരും പൊടി തട്ടി തരുന്നുണ്ട് കേട്ടോ. ടിഷ്യൂ വെച്ചിട്ടാണ് ഞങ്ങൾ പൊടിയൊക്കെ തട്ടുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടും പറ്റുന്നതിൻ്റെയൊക്കെ പൊടി തട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടി തട്ടിയതെല്ലാം ഞങ്ങൾ ദേവശ്രീ എനിക്ക് എടുത്തെടുത്ത് തരുന്നുണ്ട്. ദേവശ്രീ അവിടെ നിന്ന് പൊടി തട്ടുന്നുണ്ട് വീണ്ടും. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അതാത് സ്ഥാനത്ത് അടുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ മുറിക്കൊരു പ്രത്യേക ജീവൻ വരുന്നത് പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പുസ്തകങ്ങൾക്കും ശ്വസിക്കണം. ഇടയ്ക്ക് അവയ്ക്കൊന്ന് പൊടി തട്ടി വൃത്തിയാക്കുമ്പോൾ ആ ഒരു പഴയ മണം ഉണ്ടല്ലോ, അത് വീണ്ടും തിരികെ വരും കേട്ടോ. അതുപോലെ നിറങ്ങൾക്കനുസരിച്ച് പുസ്തകങ്ങൾ അടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടവുമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ ഇരിക്കുന്നിടം വൃത്തിയായിരുന്നാലേ മാത്രമാണ് ആ വായന പൂർണ്ണമാകുകയുള്ളൂ. കുറച്ച് വെളിച്ചം അല്ലെങ്കിൽ ഒരു ചെടിയും കൂടി ഉണ്ടെങ്കിൽ ആ സ്ഥലം മനോഹരമാവും അല്ലേ. എല്ലാം റെഡിയായി, ഇനി കുറച്ച് സമയം വായിക്കാം. തിരക്കുകളിൽ നിന്നുള്ള എൻ്റെ ഒളിച്ചോട്ടം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഈയിടെയായിട്ട് ഞാനും ഏട്ടനും മക്കളുമായിട്ട് ഓച്ചിറയിൽ പോയപ്പം വാങ്ങിയ ഒരു ബുക്കുണ്ട്, ഇക്കിഗായി എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കാണ് ഞാനിന്ന് വായിക്കാൻ എടുക്കുന്നത്. ഇന്നത്തെ ദിവസം എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു ആൾ.